ഞങ്ങളങ്ങനെ ഇന്നത്തെ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. തമിഴ്നാട്ടിൽ ഞങ്ങൾ പ്രവേശിച്ചതിന് ശേഷം ആദ്യത്തെ മഴയാണ് ലഭിക്കുന്നത്. അങ്ങനെ ഈ ഒരു സുന്ദരമായ കാലാവസ്ഥയിലൂടെ ഞങ്ങൾ ഇന്നത്തെ ലക്ഷ്യസ്ഥാനമായ കോട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സേലം ജില്ലയിലെ അതിമനോഹരമായ ഹൈവേയിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്നത്. ഇന്ന് ഞങ്ങളുടെ യാത്ര ഒരു കോട്ടയിലേക്കാണ്. ശങ്കഗിരി കോട്ട. ഏകദേശം 5 കിലോമീറ്ററോളം മല കയറിയാലേ കോട്ടയിലെത്താൻ കഴിയൂ. സേലം ജില്ലയിലാണ് ഈ കോട്ട നിലനിൽക്കുന്നത്. തെക്കേ ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഒരു ജില്ലയാണ് സേലം. ഇപ്പോൾ ഞങ്ങൾ ഈ യാത്ര ചെയ്യുന്നതും സേലത്തിലൂടെയാണ്. സേലം പട്ടണമാണ് ജില്ലയുടെ ആസ്ഥാനം. മേട്ടൂർ, ഒമാലൂർ, ആത്തൂർ സേലം ജില്ലയിലെ മറ്റു പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ്. റെയിൽ റോഡ് ഗതാഗതം ജില്ലയിൽ വളരെ അധികം ബന്ധിപ്പിച്ചിരിക്കുന്നു. സേലം മാങ്ങ, ഉരുക്ക്, തമിഴ്നാട്ടിലെ പ്രധാന ജലസേചന കുടിവെള്ള പദ്ധതിയായ മേട്ടൂർ ഡാം തുടങ്ങിയവയാൽ സേലം ജില്ല വളരെ പ്രസിദ്ധമാണ്. ഞങ്ങളങ്ങനെ ഈ ഒരു പാതയിലൂടെ പോകുമ്പോൾ തന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഭക്ഷണം പാകം ചെയ്യാനുള്ളൊരു നല്ല സ്ഥലവും നോക്കി അങ്ങനെ വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നല്ല ഒരു സ്ഥലം കിട്ടിയത് ഞങ്ങൾക്ക്. മഴ ആയതുകൊണ്ട് തന്നെ പുറത്തു നിന്ന് ഉണ്ടാക്കുന്നത് റിസ്ക് ആയതുകൊണ്ട് ഞങ്ങളൊരു ഒഴിഞ്ഞ പീടികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷെഡോ എന്തെങ്കിലും കാണുമ്പോൾ ഒന്ന് നോക്കി അങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് ഒരു കട, അടച്ചിട്ടൊരു കട കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ഉച്ചഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു പോകാമെന്ന് കരുതി അങ്ങനെ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി വണ്ടി സൈഡാക്കി ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. പിന്നീട് യാത്ര തുടർന്നു. 1965 സേലത്തെ പകുത്ത്, സേലം, ധർമ്മപുരി എന്നീ ജില്ലകൾക്ക് രൂപം നൽകി. ധർമ്മപുരി ജില്ലയിൽ ഹോസൂർ, കൃഷ്ണഗിരി, അരൂർ, ധർമ്മപുരി എന്നീ താലൂക്കുകളും പുതുതായി ചേർത്തു. 1997 സേലത്തെ വിഭജിച്ച് സേലം ജില്ലയിൽ നിന്നും നാമക്കൽ എന്നീ ജില്ലകൾക്ക് രൂപം നൽകി. നാമക്കൽ ജില്ലയിൽ നാമക്കൽ, തിരുച്ചെങ്കോട്, രാശിപുരം, പരമത്തിവേലൂർ എന്നീ 4 താലൂക്കുകളും പുതുതായി വന്നു. ഈ 2 വിഭജനങ്ങൾക്ക് മുൻപ് വരെ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ജില്ലയായിരുന്നു സേലം. 1998 വാളപ്പാടി എന്ന പുതിയ താലൂക്കും കൂടെ രൂപവൽക്കരപ്പെട്ടതോടെ സേലം ജില്ലയിൽ ഇപ്പോൾ മൊത്തം സേലം, യോർക്കാട്, വാളപ്പാടി, ആത്തൂർ, ഓമല്ലൂർ, മോട്ടൂർ, ശങ്കരി, ഗംഗവല്ലി എന്നീ 9 താലൂക്കുകളാണുള്ളത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട 4 നദികൾ സേലത്തിലൂടെ ഒഴുകുന്നുണ്ട്. കാവേരി നദി, തിരുമാനി മുത്തർ, വശിഷ്ഠ നദി, സർബങ്ക നദി. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഈ യാത്ര സേലം ജില്ലയിലെ ഈ അതിസുന്ദരമായ ഹൈവേയിലൂടെയും തെരുവുകളിലൂടെയും യാത്ര ചെയ്തു. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ആ കോട്ട, ഏകദേശം കോട്ടയുടെ ആ മല ഈ ഭാഗത്ത് നിന്ന് തന്നെ കാണാവുന്നതാണ്. ഇനി ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്തു കോട്ടയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കോട്ടയുടെ ചരിത്രങ്ങളും അതുപോലെ തന്നെ കോട്ടയുടെ വീഡിയോകളും എല്ലാം വിശദമായി തന്നെ കാണാം. ഞങ്ങളങ്ങനെ കോട്ടയിലേക്ക് പ്രവേശിച്ചപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ആദ്യം തന്നെ വലിയ ഒരു പ്രൗഢിയോടെ കൂടി നിൽക്കുന്നൊരു ഗേറ്റ് നിങ്ങൾക്ക് കാണാം. അതുപോലെ അടിഭാഗവും വളരെ വൃത്തിയായി തന്നെ പരിപാലിച്ചിട്ടുണ്ട്. കല്ലുപാകിയും പുല്ലുകൾ നട്ടും അതിസുന്ദരമായി തന്നെ തുടക്കം മുതൽ തന്നെ ഈ ഒരു കോട്ടയുടെ ആദ്യത്തെ ഗേറ്റ് മുതൽ തന്നെ വളരെ വൃത്തിയായി സുന്ദരമായി തന്നെ കണ്ടു തുടങ്ങി. അതുപോലെ കുറച്ച് ഗേറ്റുകൾ കടന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ അന്നത്തെ കാലത്ത് ചിലപ്പോൾ അവർ കുളിക്കാനും മറ്റു ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചൊരു കുളമാകാൻ സാധ്യതയുണ്ട്. ഒരു വലിയ കുളം തന്നെ കാണും. ഇപ്പോഴും അതിൽ വെള്ളവും നിൽക്കുന്നുണ്ട്. ഇപ്പോഴും അതിൽ ഒരുപാട് വെള്ളം ഇപ്പോഴും നിങ്ങൾക്ക് കാണാം. കുളവും കഴിഞ്ഞ്
ഇനി ഈ ഏകദേശം 1-2 സ്റ്റെപ്പും കൂടി മുന്നോട്ട് കയറിയാൽ പിന്നെ മല കയറുകയാണ്. പിന്നീടാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 കിലോമീറ്ററോളം മല കയറി മുകളിലോ ഏറ്റവും ഉയരത്തിൽ മലയുടെ ഏറ്റവും അവസാനമാണ് ഈ ഒരു കോട്ട നിലനിൽക്കുന്നത്. മലയുടെ മുകളിൽ എത്തുന്നത് വരെ സ്റ്റെപ്പുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതായത് അന്നത്തെ കാലത്തുള്ള കരിങ്കല്ലിൻ്റെ കല്ലുകൾ സ്റ്റെപ്പ് രൂപത്തിലാക്കി, അതുപോലെ പാറയുടെ മുകളിൽ കൊത്തുപണി ചെയ്തും സ്റ്റെപ്പുകൾ നിർമ്മിച്ചിട്ടുണ്ട്. മലയുടെ അവസാനം വരെ സ്റ്റെപ്പുകളും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കോട്ടയുടെ വലിയ കവാടവും കടന്നു, കുളവും എല്ലാം കണ്ടു. ഇനി നിങ്ങൾക്ക് കാണാം, ഞങ്ങൾ ഓരോ സ്റ്റെപ്പുകൾ കയറി ഇടുങ്ങിയ വഴികളിലൂടെയും ഇടതൂർന്ന കാടുകളും എല്ലാം മറികടന്നു ഞങ്ങൾ മല കയറുന്ന ആ ഒരു വീഡിയോയും, അതുപോലെ തന്നെ മല കയറുമ്പോൾ നിങ്ങൾക്ക് ഈ കോട്ടയുടെ ചരിത്രങ്ങളും കേട്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ കാണാം. ശങ്കഗിരി കോട്ട എന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പരിപാലിക്കുന്ന ഒരു ചരിത്ര കോട്ടയാണ്. ഇത് ഈറോഡ് നഗരത്തിൽ നിന്ന് 22 കിലോമീറ്ററും സേലത്തിൽ നിന്ന് 38 കിലോമീറ്ററും ശങ്കരി അല്ലെങ്കിൽ ശങ്കഗിരി ഈ സ്ഥലത്തിന് ചുറ്റുമുള്ള പട്ടണമാണ്. ശങ്കഗിരി കോട്ട പല കാലങ്ങളായി നിർമ്മിച്ചതാണ്. 15-ാം നൂറ്റാണ്ടിന് മുമ്പ് ആകെ 4 പ്രവേശന കവാടങ്ങളിൽ 10 വെട്ടുവ ഗൗഡർ രാജാവ്, കുഞ്ഞി വെട്ടുവ രാജ. 15-ാം നൂറ്റാണ്ടിന് ശേഷം വിജയനഗര സാമ്രാജ്യം. ഒരു കുന്നിന് മുകളിലും ചുറ്റുമായി 14 കോട്ട മതിലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അവസാന ഘട്ടത്തിൽ ഈ മതിലുകൾ നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. സേലം, ഈറോഡ്, കോയമ്പത്തൂർ, തിരുപ്പൂർ, നാമക്കൽ, കരൂർ, ദിണ്ടുക്കൽ ജില്ലകൾ ഉൾപ്പെടുന്ന പ്രദേശമായ കൊങ്കുനാട് എന്ന പ്രദേശത്തിൻ്റെ ബ്രിട്ടീഷ് നികുതി സംഭരണ കേന്ദ്രമായി ഈ കോട്ട പ്രവർത്തിച്ചു. ഇത് ഗുപ്തഗിരി എന്നും അറിയപ്പെടുന്നു. ഇത് ടിപ്പു സുൽത്താൻ എന്നതിനും പിന്നീട് ബ്രിട്ടീഷുകാർക്കും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും ഒരു പ്രധാന സൈനിക താവളമായിരുന്നു. ഒരു സ്ഫോടക വസ്തു ഗോഡൗൺ, 2 പള്ളികൾ, 2 വരദരാജ പെരുമാൾ ക്ഷേത്രങ്ങൾ, മുൻ ബ്രിട്ടീഷ് ഭരണനിർവഹണ കെട്ടിടങ്ങൾ, സെമിത്തേരികൾ എന്നിവയുമുണ്ട്. കോട്ടയിൽ നിലയുറപ്പിച്ചിരുന്ന സൈന്യങ്ങൾ ഉപയോഗിച്ച ഗോഡൗണുകൾ കാരണം മലയുടെ ഒരു വശം മാത്രമേ കയറാൻ കഴിയൂ. 13-ാം നൂറ്റാണ്ടിൽ ചോള ഭരണത്തിൻ്റെ തകർച്ചയെ തുടർന്ന് തഞ്ചാവൂർ രാജ്യം ഒരു നൂറ്റാണ്ടോളം ഭരിച്ചിരുന്ന പാണ്ഡ്യരുടെ ഭരണത്തിന് കീഴിലായി. മാലിക് ഗഫൂറിൻ്റെ അധിനിവേശത്തെ തുടർന്ന് തഞ്ചൂർ രാജ്യം അസ്വസ്ഥതയിലായി. ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഭരണം 1/2 നൂറ്റാണ്ട് നീണ്ടുനിന്നു.
പാണ്ഡ്യ മേധാവികൾ അവരുടെ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുന്നതിന് മുമ്പ്. എന്നാൽ താമസിയാതെ വിജയനഗര സാമ്രാജ്യം അവരെ കീഴടക്കി. 1646 തഞ്ചാവൂർ കീഴടക്കിയ മധുരയിലെ നായക്കർ വിജയനഗരത്തിൻ്റെ ആധിപത്യത്തെ വെല്ലുവിളിച്ചു. 1673 തഞ്ചാവൂർ ഭരണാധികാരിയായിരുന്ന ചക്കനാഥ നായക് തഞ്ചാവൂർ ആക്രമിക്കുകയും ഭരണാധികാരി വിജയരാഘവനെ കൊല്ലുകയും ചെയ്യുന്നതുവരെ തഞ്ചാവൂർ നായക്കുകളുടെ ഭരണം നീണ്ടുനിന്നു. ചക്കനാഥ തൻ്റെ സഹോദരൻ അയഗിരിയെ തഞ്ചാവൂരിൻ്റെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചു. എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ രണ്ടാമൻ തൻ്റെ വിശ്വസ്തത ഉപേക്ഷിച്ചു. തഞ്ചാവൂരിൻ്റെ സ്വാതന്ത്ര്യം അംഗീകരിക്കാൻ ചക്കനാഥ നിർബന്ധിതനായി. തഞ്ചാവൂർ സിംഹാസനം തിരികെ ലഭിക്കാൻ വിജയരാഘവയുടെ ഒരു മകൻ ബീജാപ്പൂർ സുൽത്താനെ പ്രേരിപ്പിച്ചു. 1675 ബീജാപ്പൂർ സുൽത്താൻ പുതിയ ആക്രമണകാരിയിൽ നിന്ന് രാജ്യം തിരിച്ചുപിടിക്കാൻ മറാത്ത ജനറൽ വെങ്കേജിയുടെ ഒരു സേനയെ അയച്ചു. വെങ്കേജി അനാശയം അയഗിരിയെ പരാജയപ്പെടുത്തി തഞ്ചാവൂർ കീഴടക്കി. എന്നിരുന്നാലും ബീജാപ്പൂർ സുൽത്താൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം തൻ്റെ അനുയായിയെ സിംഹാസനത്തിൽ ഇരുത്തിയില്ല. മറിച്ച് രാജ്യം പിടിച്ചെടുത്ത് സ്വയം രാജാവായി. അങ്ങനെ തഞ്ചാവൂരിൽ മറാഠികളുടെ ഭരണം ആരംഭിച്ചു. ഇക്കാലത്ത് ചെട്ടിയാർ സമുദായം അധിനിവേശക്കാർക്കെതിരെ പോരാടുന്നതിന് പണം സ്വരൂപിക്കാൻ തഞ്ചാവൂർ സാമ്രാജ്യത്തെ സഹായിച്ചു. അതിനാൽ എല്ലാ ചെട്ടിയാരെയും ശിക്ഷിക്കാൻ മറാഠികൾ ഉത്തരവിട്ടു. സമുദായത്തിൽ പിന്തുടർച്ച നഷ്ടപ്പെടാതിരിക്കാൻ പ്രായമായ ജ്ഞാനികൾ ചെട്ടിയാർ സമുദായത്തിലെ 500 കുട്ടികളെ ശേഖരിക്കുകയും അവരെ രഹസ്യമായി ശങ്കഗിരി മേഖലയിലേക്ക് മാറ്റുകയും ചെയ്തു. ഈ ആളുകളെ 500 കൊങ്കു ചെട്ടിയാർ എന്നാണ് വിളിച്ചിരുന്നത്. ശിവഭക്തരായ ചെട്ടിയാർ ശങ്കഗിരിക്ക് സമീപം സുനമ്പുകൊട്ടായി എന്ന സ്ഥലത്ത് അവരുടെ ശിവക്ഷേത്രം പണിതു. അങ്കയാർ കണ്ണി സഹിതം കോപിനേശ്വർ എന്നാണ് ശിവന്റെ പേര്. മറാത്ത രാജാവിൻ്റെ കോപം കുറയ്ക്കാൻ ഈ 500 പേർക്ക് മാപ്പ് നൽകണം. താനയിൽ സ്ഥിതി ചെയ്യുന്ന മറാഠ പ്രഭുവായ കോപിനേശ്വറിൻ്റെ പേരിലാണ് ചെട്ടിയാർ ഈ ദൈവത്തിന് പേരിട്ടത്. 810 മുതൽ 1260 വരെ സിൽഹാരസ് താനെ ഭരിച്ചപ്പോഴാണ് താനെയിലെ ക്ഷേത്രം യഥാർത്ഥത്തിൽ നിർമ്മിച്ചത്. താനെയിലെ ഈ ക്ഷേത്രം 1760 മറാത്ത രാജാവായ മറാത്ത ജനറൽ സിമാജി അപ്പയാണ് പുതുക്കിപ്പണിതത്. ഇടപ്പാടിയിലേക്കുള്ള വഴിയിൽ ജീർണിച്ച കോപിനേശ്വർ അങ്കയാർകണ്ണി ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കാണാം. 1982 കോയമ്പത്തൂരിലെ വിശ്വനാഥൻ ചെട്ടിയാറാണ് ഈ ജീർണിച്ച ക്ഷേത്രം തിരിച്ചറിഞ്ഞത്. അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ അതിർത്തിയും ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലും തകർന്ന കരിങ്കൽ വിഗ്രഹങ്ങളും തിരിച്ചറിഞ്ഞു. തൊട്ടടുത്തുള്ള ഭൂമിയിൽ കൃഷിയുണ്ടായിരുന്നു. എന്നാൽ ഈ ക്ഷേത്രഭൂമി ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. അതിൻ്റെ നിഗൂഢ ശക്തിയാൽ ആരും ഈ ഭൂമി ദുരുപയോഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വസ്തുതയെ അടിസ്ഥാനമാക്കി വിശ്വനാഥൻ ചെട്ടിയാർ ആ സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കാൻ തുടങ്ങി. ഞങ്ങളങ്ങനെ കയറി ഏകദേശം അടുത്തെത്താനായി ഈ കോട്ടയുടെ. നിങ്ങൾക്കിപ്പോൾ കാണാം, അടിയിലേക്ക് നോക്കിയാൽ ഈ ഒരു സേലം ജില്ലയുടെ ഒരു ഭാഗം തന്നെ ഒരു ആകാശ ദൃശ്യങ്ങളെ പോലെ നിങ്ങൾക്ക് കാണാം. ഇനിയും കുറച്ച് അത് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓരോ കോട്ടയുടെ ഓരോ ഭാഗങ്ങൾ കണ്ടു തുടങ്ങാം. അതുപോലെ ഓരോ അന്നത്തെ കാലത്തെ ഓരോ വിശ്രമ കേന്ദ്രങ്ങൾ, ഗേറ്റുകളും ഒരുപാട് ഗേറ്റുകൾ കടന്നു കഴിഞ്ഞു. ഓരോ ഭാഗത്തും ഒരു 100-200 മീറ്റർ ഇടവിട്ട് ഓരോ ഗേറ്റുകളും നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഏകദേശം നിങ്ങൾ കോട്ടയുടെ മുകളിൽ എത്തി തുടങ്ങി. ഇനി നിങ്ങൾക്ക് കോട്ടയുടെ ഇപ്പോൾ അവശേഷിക്കുന്ന കുറച്ച് ഭാഗങ്ങളും, ഒരുപാട് നശിച്ചു പോയിട്ടുണ്ടെങ്കിലും അവശേഷിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ, കോട്ടയുടെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാം.
ഞങ്ങളങ്ങനെ അവസാനം ഏറ്റവും മുകളിലെത്തി. ആദ്യം തന്നെ അന്ന് വെള്ളം സംഭരിക്കാനായി ഒരു കുളം ഉണ്ടാക്കി വെച്ചത് നിങ്ങൾക്ക് കാണാം. ഒരു കല്ല് പാകി ഒരു പാറയുടെ ഒരു ചെരിവിൽ കല്ല് കൊണ്ട് ഉയർത്തിക്കെട്ടി അന്ന് മഴക്കാലത്ത് വെള്ളം സംഭരിച്ചു. വേനൽക്കാലത്ത് ഉപയോഗിക്കാനാണ് എന്നാണ് കേട്ടത്. മഴക്കാലത്തുള്ള വെള്ളങ്ങളെല്ലാം, ഉറവ് വരുന്ന വെള്ളങ്ങളും മഴവെള്ളങ്ങളും എല്ലാം ഇവിടെ കെട്ടി നിർത്തി അത് വേനൽക്കാലത്തും അടുത്ത മഴക്കാലം വരുന്നത് വരെ ആ വെള്ളം ഇവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുണ്ടാകും എന്ന് ആണ് കേട്ടത്. ഇതുപോലെ ഒരുപാട് കുളങ്ങളുണ്ട് ഈ ഒരു മലയുടെ മുകളിൽ. ആദ്യം തന്നെ ഈ ഒരു കുളമാണ് കണ്ടത്. അങ്ങനെ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഓരോ ഭാഗങ്ങൾ കണ്ടു തുടങ്ങാം. ഇപ്പോൾ നിങ്ങൾക്ക് ഓരോ കോട്ടയുടെയും അവശിഷ്ടങ്ങളും കണ്ടു തുടങ്ങാം. ഇപ്പോൾ ഞങ്ങൾ ഈ കയറുന്ന ഈ ഒരു കോട്ട മൊത്തത്തിൽ അടർന്നു വീണ്, ഒരു ഭാഗം മൊത്തം അടർന്നു വീണ് കിടക്കുകയാണ്. കല്ലുകൾ തെന്നി മാറി. പക്ഷേ മറ്റൊരു ഭാഗം, അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം അതുപോലെ തന്നെയുണ്ട്. ഇതിലൂടെ കയറിയാൽ ഉള്ളിൽ മൊത്തം നമുക്ക് കാണാവുന്ന രീതിയിൽ തന്നെയുണ്ട്. ഇതുപോലെയാണ് പല പല കോട്ടകളായിട്ടാണ് ഇവിടെ മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്നത്. ഒരു കോട്ട മൊത്തത്തിൽ ഒരു ഒറ്റ കോട്ടയായിട്ടല്ല, ഇങ്ങനെ പല കോട്ടകളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ചിലത് അതുപോലെ തന്നെയുണ്ട്, ചിലത് ഇതുപോലെ തകർന്ന് കിടക്കുന്നതുമായിട്ടാണ് ഞങ്ങൾ കണ്ടത്. ഈ ഒരു കോട്ടയുടെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. കാരണം കാടുകൾ നിറഞ്ഞതുകൊണ്ട് ഉള്ളിലോട്ടുള്ള വഴി അത്രയ്ക്ക് സുഖമല്ലായിരുന്നു. എന്നാലും ഞങ്ങൾ ഉള്ളിലോട്ട് കയറി നോക്കി. ഭയങ്കരമായിട്ട് ഇരുട്ടായിരുന്നു ഉള്ളിൽ. അങ്ങനെ ഉള്ളിൽ കയറി ഇതിന് ശേഷം നിങ്ങൾക്ക് കാണാം അതിസുന്ദരമായ കൊത്തുപണികൾ. അന്നത്തെ കാലത്തെ കൊത്തുപണികൾ കൊണ്ടൊരു നിറഞ്ഞിരിക്കുന്ന ഒരു കോട്ടയായിട്ടാണ് ഇത് കണ്ടത്. മുകളിൽ ഒരു പല രീതിയിലുള്ള കൊത്തുപണികൾ കല്ലിൽ ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അത്ര വ്യക്തമാണെന്നറിയില്ല. മുകളിലെ എല്ലാ കല്ലുകളിലും കൊത്തുപണികളാണ് ഈ ഒരു കോട്ടയുടെ ഉള്ളിൽ ഞങ്ങൾ കണ്ടത്. ഭയങ്കരമായിട്ട് ഇരുട്ടുമാണ്. ഇരുട്ടായതുകൊണ്ട് തന്നെ അത്ര വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ മൊബൈലിലെ ഫ്ലാഷ് അടിച്ചുകൊണ്ടാണ് ഈ ഒരു ഭാഗം എല്ലാം റെക്കോർഡ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ആ കോട്ടയിൽ നിന്നും പുറത്തിറങ്ങി ഈ കോട്ടയുടെ മലയുടെ മുകളിലൂടെ ഒന്ന് നടന്നു കണ്ടു. സുന്ദരമായ ആകാശ ദൃശ്യങ്ങൾ കാണാൻ നിങ്ങൾക്ക് സേലത്തിൻ്റെ ഒരു ഭാഗം തന്നെ ചിലപ്പോൾ ഈ മലയുടെ മുകളിൽ നിന്ന് കാണാം. അതായത് 4 ഭാഗത്തും ഒരു ഭാഗം മാത്രമേ ഈ മലയിലെ മുകളിലേക്ക് എത്താൻ വഴിയുള്ള, ഒറ്റ ഭാഗത്തിലൂടെ വഴിയുള്ള. ബാക്കി 3 ഭാഗവും ഒരു ചെങ്കുത്തായ കുത്തനെയാണ് അടിയിലേക്ക്. അതിൻ്റെ സൈഡിൽ നിന്നെല്ലാം ഈ ഒരു സേലം പട്ടണത്തിൻ്റെയും എല്ലാം ആകാശ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ കാണാം. അങ്ങനെ ഞങ്ങൾ ആ കാഴ്ചകളെല്ലാം കണ്ടു ആസ്വദിച്ചു. പിന്നെ ഞങ്ങൾ നേരെ ഒന്നും കൂടി അങ്ങനെ മല ഒന്ന് ചുറ്റി കറങ്ങിയപ്പോഴാണ് ഒരു 2 പള്ളികളുണ്ടായിരുന്നു പറഞ്ഞു. പക്ഷേ ഒരു പള്ളിയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ആ ഒരു പള്ളിയുടെ ഭാഗത്തേക്കും ഞങ്ങൾ പോയി കണ്ടു. അതും നിങ്ങൾക്ക് കാണാം ഈ വീഡിയോയിൽ. ആ പള്ളിയും കണ്ടു. ഞങ്ങൾ ആ ഭാഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഏകദേശം സമയം വൈകിയിട്ടുണ്ട്. അവിടെ നിന്ന് ഗേറ്റിൽ നിന്ന് കയറുമ്പോൾ തന്നെ ഞങ്ങളെ കയറ്റാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം സമയം ഞങ്ങൾ വൈകിയാണ് അവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങാമെന്ന് വാക്ക് കൊടുത്താണ് മല കയറിയത്. മലയിൽ കയറിയ ബാക്കിയുള്ള എല്ലാവരും ഇറങ്ങി പോയിട്ടുണ്ട്. അവസാനം ഞങ്ങൾ സമയം വളരെ വൈകിയത് കൊണ്ട് പിന്നെ അവിടെ നിന്നും ഇറങ്ങാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഈ കാഴ്ചകളെല്ലാം കണ്ടു ആസ്വദിച്ചു. ഞങ്ങൾ മല ഇറങ്ങാൻ തുടങ്ങി. ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള യാത്രയിലേക്ക്